വയനാട്ടിലേക്ക് ഇന്ന് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. ഞാൻ പറഞ്ഞ പോലെ കെ ജെ ഷൈൻ ടീച്ചർ ഉണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി, മുന്നിലേക്ക് ഓടി. സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ വന്നത്. കണ്ടില്ലായിരുന്നു സ്ഥാനാർത്ഥിയെ? കണ്ട് നല്ല സ്ഥാനാർത്ഥിയാണ്. അപ്പൊ പരിചയമില്ലേ? ഇല്ല, നേരത്തെ പരിചയമില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പിന്നെ സ്റ്റേഡിയത്തിൽ വന്നപ്പിന്നെ പരിചയപ്പെട്ടത് ആണല്ലേ. എങ്ങനെയുണ്ട് എറണാകുളത്ത്? എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. കാരണം വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ സാധ്യതയുണ്ട്. ആണല്ലേ. പിന്നെ ശരി. അപ്പോ ശരി, പേരെന്താ? എന്റെ ഒരു കാർത്തികൻ. ഓക്കെ. അപ്പൊ എന്തായാലും എറണാകുളത്തെ വോട്ടർമാർ പല രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഞാൻ വയനാട്ടിലേക്ക് പോവാണ്. വയനാടാണ് ഇന്നൊരു പക്ഷേ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലം. രാഹുൽ ഗാന്ധി ഇന്ന് എത്തുകയാണ്. 11 മണിയോടെ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ഒരു റോഡ് ഷോയെ തന്നെ അത് 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും പ്രവർത്തകരെയൊക്കെ അണിനിരത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകും. അപ്പോൾ വയനാട്ടിലെ വിശദാംശങ്ങളുമായി സി ജി അനുമോദ് ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഞാൻ കൊച്ചിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർക്കും ഒപ്പം കൊച്ചിയിലെ എറണാകുളത്തെ വോട്ടർമാർക്കും ഇടയിൽ ഇങ്ങനെ മോർണിംഗ് വൈഫ് നിൽക്കുകയായിരുന്നു അനുമോദ. വയനാട്ടിലെ കാഴ്ച എന്താണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നതിലുള്ള ഒരു ആവേശം യു ഡി എഫ് പ്രവർത്തകർക്കിടയിലുണ്ടോ? ഗുഡ് മോർണിംഗ് എഴുതോ. ഞാനുള്ളത് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റ സിവിൽ സ്റ്റേഷന്റെ പരിസരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ വരവ് അത് കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ച് അത് വലിയൊരു ആഘോഷമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം വയനാട് മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് എത്തുന്നത്. ആ ഒരു വരവ് വലിയ ആഘോഷമായിട്ട് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒന്നാക്കി തീർക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ു ഡി എഫ് പ്രവർത്തകരുള്ളത്. അദ്ദേഹം 11 മണിയോടെ കണ്ണൂരാണ് അദ്ദേഹം ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അതിനുശേഷം ഹെലികോപ്റ്ററിൽ അദ്ദേഹം വയനാട്ടിലേക്ക് എത്തും. മൂപ്പനാട് ാണ് അദ്ദേഹം ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഇറങ്ങുന്നത്. അവിടെ നിന്നും 11 മണിയോടെ അദ്ദേഹം കൽപ്പറ്റയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. നമുക്കറിയാം, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കൂടി പടർന്നു കിടക്കുന്ന വലിയ ഒരു മണ്ഡലമാണ് 7 നിയോജക മണ്ഡലങ്ങളിൽ. ആ 7 നിയോജക മണ്ഡലങ്ങളിലെയും പ്രവർത്തകർ ഈ റോഡ് ഷോയുടെ ഭാഗമാകും. അവരുടെ സാന്നിധ്യത്തിൽ റോഡ് ഷോ 11 മണിക്ക് ആരംഭിച്ച് ഏകദേശം 1 മണിക്കൂറോളം സമയമെടുത്ത് അദ്ദേഹം നേരെ സിവിൽ സ്റ്റേഷനിലെത്തി 12 മണിയോടെ അദ്ദേഹം പത്രിക സമർപ്പിക്കും. അതിനുശേഷം 2:30 വരെ അദ്ദേഹം വയനാട്ടിൽ തന്നെ ഉണ്ടാകും. നമുക്കറിയാം, യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്ന് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുവാനും രാഹുൽ ഗാന്ധിയെ കാണുവാനും വയനാട്ടിൽ എത്തുന്നുണ്ട്. കെ സുധാകരനും കെ സി വേണുഗോപാലും പി കെ കുഞ്ഞാലിക്കുട്ടിയും എല്ലാവരും തന്നെ ഇന്ന് ഈ ഒരു ദിവസം ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടെല്ലാം ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം കേരളത്തിൽ യു ഡി എഫിന് നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ തവണ 19 സീറ്റുകളിലേക്ക് ഒരു വലിയ സംഖ്യയിലേക്ക്, മാന്ത്രിക സംഖ്യയിലേക്ക് യു ഡി എഫ് നടന്നു കയറിയത് രാഹുൽ ഗാന്ധിയുടെ കൂടി സാന്നിധ്യം കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ അതിന്റെ ഗുണം മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രചരണം അത് ഇന്നിപ്പോൾ അദ്ദേഹം റോഡ് ഷോയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മടങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള പ്രചരണം കണക്കാക്കി അദ്ദേഹം അടുത്ത വാരം ഏപ്രിൽ 15, 16 ഒക്കെ ആയിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ്, വയനാടിന്റെ ഭാഗമായിട്ടുള്ള 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും അതിനു പുറമെ കേരളത്തിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹം പര്യടനം നടത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ താരപ്രചാരകൻ. അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഓരോ തവണ അദ്ദേഹം വരുമ്പോഴും ആയിരങ്ങളാണ് തടിച്ചുകൂടുന്നത്. രാഹുൽ ഗാന്ധി ആദ്യം വന്നതുപോലെ തന്നെ ഊഷ്മളമായൊരു സ്വീകരണം നൽകി അദ്ദേഹത്തെ കേൾക്കുവാൻ. അദ്ദേഹത്തിന്റെ ഇന്നിപ്പോൾ റോഡ് ഷോ ആയതുകൊണ്ട് അദ്ദേഹം ഒരു പക്ഷേ സംസാരിച്ചേക്കില്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായേക്കില്ല. പക്ഷേ അദ്ദേഹത്തെ കാണുവാൻ ഈ യു ഡി എഫിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു കരുത്തുറ്റ ശക്തിപ്രകടനമായിട്ട് ഈ റോഡ് ഷോയെ മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫ് പ്രവർത്തകരുള്ളത്. വലിയ ഒരുക്കങ്ങൾ നടക്കുന്നു. മലപ്പുറവും കോഴിക്കോടു നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എല്ലാം തന്നെ ആ പ്രവർത്തകരെ ഇവിടേക്ക് 10 മണിയോടെ എത്തിച്ചേരും. അതിനുശേഷം റോഡ് ഷോ 2:30 അദ്ദേഹം കൽപ്പറ്റയിൽ തിരിച്ചു പോകും എന്നുള്ളതാണ് നിലവിലുള്ള ഷെഡ്യൂള്. എന്തായാലും നമുക്ക് അല്പസമയത്തിന് ശേഷം നമ്മളൊപ്പം ഒരു അതിഥി കൂടി ചേരാനുണ്ട്. AP അനിൽകുമാർ വണ്ടൂർ MLA. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ജനറൽ കൺവീനറാണ്. അദ്ദേഹത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ കഴിയും. അല്പസമയത്തിന് അദ്ദേഹം നമ്മളൊപ്പം ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തോ അനുമത്, നമുക്കറിയാം, ഈ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ആ വരവ് അത് യു ഡി എഫിലുണ്ടാക്കിയ ഊർജ്ജം, യു ഡി എഫ് ഒരു ക്ലീൻ സ്വീപ്പ് എന്നുള്ള നിലയിലായിരുന്നു കേരളത്തിലെ സാഹചര്യം. 19 സീറ്റ്
അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇത്തവണയും ആവർത്തിക്കും എന്നുള്ള പ്രതീക്ഷ KPCC നേതൃത്വമൊക്കെ പങ്കുവെക്കുന്നുണ്ടോ? വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ഇന്ന് ആദ്യം എത്തുകയാണ്. അതിനേക്കാൾ ഉപരി ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് വർഷം തോറും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. മലബാറിലേക്കൊരു കാര്യങ്ങൾ എങ്ങനെയാണ്? മലബാറിലേക്കൊരു ട്രെൻഡ് എന്താണ് ഇപ്പോൾ ഈ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിലെങ്കിലും? രാഹുൽ ഫാക്ടർ എന്നുള്ള ഫാക്ടർ ഇക്കുറി ഉണ്ടോ തെരഞ്ഞെടുപ്പിൽ? സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണ 2 ഘടകങ്ങളാണ് UDFന് വലിയ ഒരു മെജോറിറ്റി നേടാൻ സഹായിച്ചത്. ഒന്ന് രാഹുൽ ഗാന്ധി, 2 ശബരിമല. ഈ 2 സാഹചര്യങ്ങളും രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ വരവ്, ആദ്യമായി നെഹ്റു കുടുംബത്തിൽ നിന്നും ഒരാൾ കേരളത്തിൽ മത്സരിക്കാൻ പോകുന്നു, അതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നയാൾ കേരളത്തിൽ മത്സരിക്കുന്നു. ഇങ്ങനെ വലിയ പ്രതീക്ഷയോടെയായിരുന്നു വയനാട്ടിലെ, പ്രത്യേകിച്ച് മലബാറിലെ വോട്ടർമാർ രാഹുലിനെ സ്വീകരിച്ചത്. രാഹുല് മത്സരിക്കുമ്പോൾ എനിക്കിതുമായി ചേർത്ത് വെച്ച് ഓർമ്മിച്ച് പറയാൻ കഴിയുന്നത്, അന്ന് അദ്ദേഹം മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചപ്പോൾ നമ്മുടെ JPL